Hi students, welcome back to our next class. In this class, we can discuss about absorption of overheads. We have already seen primary distribution summary, secondary distribution summary, then after this absorption of overheads. Absorption of overhead is the last step in overhead accounting. What do you mean by primary distribution? Primary distribution, all overheads are divided among various departments, whether they are production department or service department. All overheads are divided among these departments. Then the next one is secondary distribution. What do you mean by secondary distribution? Under secondary distribution, the overheads of service department are apportioned or reapportionment among production department because service department do not undertake production. So the cost of or overhead of all service department are reapportioned to production department. അപ്പോൾ നമുക്കറിയാം അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഓവർഹെഡ് അക്കൗണ്ടിങ്ങിലെ ലാസ്റ്റ് സ്റ്റെപ്പാണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. ഈ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡിന്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിലെ അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നാലും സർവീസ് ഡിപ്പാർട്ട്മെന്റുകളായിരുന്നാലും അതാത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് വരുന്ന കോസ്റ്റുകളെ നമ്മൾ അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ചാർജ് ചെയ്തിരുന്നു. ദാറ്റ് ഈസ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. ദെൻ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ചെയ്തത് ഇതാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ വഴിയായി ഓൾ ഓവർ ഹെഡ്സും നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞു. ദെൻ സർവീസ് ഡിപ്പാർട്ട്മെന്റുകളിൽ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. സോ സർവീസ് ഡിപ്പാർട്ട്മെന്റുകളുടെ കോസ്റ്റിനെ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് വീണ്ടും റീ അപ്പോർഷൻമെന്റ് ചെയ്യുന്ന രീതിയാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. ദെൻ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് absorption of overhead. We have already told absorption of overhead is the last step in overhead accounting. The process of charging total overhead of a production department to the output of that department is called overhead absorption. Once again, the process of charging total overhead of a production department to the output of that department is called overhead absorption. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ വഴി എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ വഴി ഓവർഹെഡുകളെ വീണ്ടും സർവീസ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് റീ അപ്പോർഷൻമെന്റ് ചെയ്തു. ഇതാണ് ഇപ്പോഴത്തെ ഫേസ് അല്ലേ. ഇപ്പോൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ വഴിയായിട്ട് all cost or overheads of service department are reapportioned to production department. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ എത്തിച്ചേർന്ന ഈ ടോട്ടൽ ഓവർഹെഡിനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചാർജ് ചെയ്തിരിക്കുന്ന ഈ ടോട്ടൽ ഓവർഹെഡിനെ ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഔട്ട്പുട്ടിലേക്ക് ചാർജ് ചെയ്യുന്ന പ്രോസസ്സാണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ചാർജിങ് total overhead of a production department to the output of that department is called overhead absorption. What are the output of production department? It may be job, process or product. These are the outcome or output of that production department. അപ്പോൾ ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ജോബ് ആയിരിക്കാം, പ്രോസസ് ആയിരിക്കാം, പ്രൊഡക്റ്റ് ആയിരിക്കാം. ഇതിലേക്കാണ് നമ്മൾ ടോട്ടൽ ഓവർഹെഡ് ചാർജ് ചെയ്യുന്നത്. Then for the absorption of overhead, we can use a rate called overhead rate. The overhead rate is the rate used for absorption of overhead. This is overhead rate. ഈ overhead absorb ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റേറ്റിനെയാണ് overhead rate. There are different types of rates are there. First one, actual rate, predetermined rate, standard rate, blanket rate, multiple rate, etc. Actual rate, predetermined rate, standard rate, blanket rate and multiple rate. ആക്ച്വൽ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ആയിട്ടുള്ള ആ എന്തെങ്കിലും ഒരു ബേസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ ആക്ച്വൽ റേറ്റ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആയിരിക്കാം, ഓർ ഡയറക്റ്റ് മെറ്റീരിയൽ ആയിരിക്കാം, ഓർ ഡയറക്റ്റ് ലേബർ ആയിരിക്കാം, എക്സെട്ര. ഇതിനെയാണ് ആക്ച്വൽ റേറ്റ് എന്ന് പറയാം.
The next one, predetermined rate. Predetermined rate എന്ന് പറഞ്ഞാൽ this is the rate determined in advance even before the production undertake. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നതിന് മുൻപ് ഒരു റേറ്റ് ഫിക്സ് ചെയ്യാണ്. ആക്ച്വൽ റേറ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ നടന്നതിന് ശേഷം എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, എത്ര മെറ്റീരിയൽ വന്നു, എത്ര ലേബർ വന്നു, അതിൻ്റെയൊക്കെ ബേസിൽ നമ്മൾ റേറ്റ് എടുക്കുകയാണെങ്കിൽ ആക്ച്വൽ റേറ്റ് ആണ്. ആക്ച്വലി ഇൻകേർഡ് ആണ് പ്രൊഡക്ഷൻ. Predetermined rate എന്ന് പറഞ്ഞാൽ before the production a rate is determined, that is predetermined rate. Okay, predetermined rate, this is decided in advance. പ്രൊഡക്ഷൻ ഏറ്റെടുക്കുന്നതിന് മുൻപേ തന്നെ നമ്മൾ ഒരു റേറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ് ഓവർ ഹെഡ് അബ്സോർബ് ചെയ്യാൻ. അതിനെയാണ് പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് എന്ന് നമ്മൾ പറയുക. The next one, standard rate. Standard rate is used when they are സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് അപ്ലൈഡ്. എവിടെയാണോ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത് അവിടെയാണ് സ്റ്റാൻഡേർഡ് റേറ്റ് ഉപയോഗിക്കുക. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നമ്മൾ അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററിലാണ് വരുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നിടത്താണ് സ്റ്റാൻഡേർഡ് റേറ്റ് നമ്മൾ ഉപയോഗിക്കുക. ദെൻ നെക്സ്റ്റ് വൺ, ബ്ലാങ്കറ്റ് റേറ്റ്. Blanket rate is the single rate used for the entire factory. ഫാക്ടറിയിൽ മൊത്തം ഓവർഹെഡ് അബ്സോർബ് ചെയ്യാൻ ഒരേ ഒരു റേറ്റ് ആണെങ്കിൽ we can call it as blanket rate. What is blanket rate? It is a single rate used for absorption of overhead for the entire factory. The next one, multiple rate. Multiple rate is the rate. There are more than one rates are used for different departments of a firm. ഒരു ഫേമിൻ്റെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഡിഫറെൻറ്റ് റേറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം മൾട്ടിപ്പിൾ റേറ്റ്. മൾട്ടിപ്പിൾ റേറ്റ് it means different rates are used by different departments in a firm. So this is overhead rate. Overhead rate is the rate used for absorption of overhead. Hello students, next we have to discuss about methods of absorption of factory overhead. Methods of absorption of factory overhead. What are the different ways or methods for the absorption of overhead? Overhead absorb ചെയ്യാനായിട്ട് എന്തെല്ലാം മെത്തേഡുകളുണ്ട്? First one is production unit method, second one is percentage method, and third one is hourly rate method. Production unit method, percentage method, hourly rate method. The percentage method also divided into three: percentage on direct material cost, percentage on direct labor cost, percentage on prime cost. On the basis of percentage method, this method is divided into three: percentage on direct material cost, percentage on direct labor cost, percentage on prime cost. The next one, hourly rate method are divided into three: direct labor hour rate, machine hour rate, dual hour rate. First method, production unit method. Production unit method. Production unit method എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ആസ് ദ ബേസ്. ഇവിടെ ബേസ് ആയിട്ട് നമ്മൾ എടുക്കുക നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്. എങ്ങനെയാണ് റേറ്റ് കാണുക? പ്രൊഡക്ഷൻ യൂണിറ്റ് റേറ്റ് is equal to factory overhead divided by number of units produced. Under production unit method, the base is taken as number of units produced. Production unit rate, production unitന്റെ റേറ്റ് കാണുന്നത് ഇങ്ങനെയാണ്: ഫാക്ടറി ഓവർഹെഡ്, മൊത്തം ഫാക്ടറിയിൽ വന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. The next method, percentage on direct material cost. Percentage on direct material cost. ഒന്നുമില്ല, നമ്മളപ്പോൾ മെറ്റീരിയൽ ആക്കി മാറ്റും. നമ്പർ ഓഫ് യൂണിറ്റ്സ് മാറ്റി മെറ്റീരിയൽ ആക്കും. Percentage on direct material cost is equal to factory overhead divided by direct material cost. Factory overhead divided by direct material cost. Then percentage on direct labor cost, the factory overhead divided by direct wages. Direct wages എടുക്കും. Percentage on prime cost. Prime cost എന്ന് പറഞ്ഞാൽ എന്താ? What do you mean by prime cost? Prime cost is the total of all direct expenses. Prime cost is the total of all direct expenses. Whether it may be material, labor and some cost.
This is known as prime cost. What are the percentage on prime cost? Is equal to factory overhead divided by prime cost. Then direct labor hour rate. Direct labor hour rate is equal to factory overhead divided by direct labor hours. In this case, direct labor hours are also given in the problem. For direct labor hour rate എന്ന് പറയുമ്പോൾ overhead divided by direct labor hours, this will be provided in the question. Then machine hour rate. Machine hour rate is equal to factory overhead divided by machine hours. Machine hour rate is used when the machines are mostly used in the factory. ഇപ്പോൾ നമ്മൾ മെഷീൻസ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മൾ മെഷീൻ അവർ റേറ്റ് യൂസ് ചെയ്യുള്ളൂ. മെഷീൻ അവർ റേറ്റ് is equal to factory overheads divided by machine hours. Factory overhead divided by machine hours. That is machine hour rate. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് മെഷീൻ അവർ റേറ്റ്. 2 മാർക്സ് ക്വസ്റ്റ്യൻ 4 മാർക്സ് എസ് ഒക്കെ വരാറുണ്ട്. മെഷീൻ അവർ റേറ്റ്. മെഷീൻ അവർ റേറ്റ് ഇസ് ഈക്വൽ ടു ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ മെഷീൻ അവേഴ്സ്. Here hours worked is taken as base. This method is mostly used in where the production is carried out through by using machines. In this way we can say direct labor hour rate. Direct labor hour rate is equal to factory overhead divided by direct labor hours. This method is used when there are more workers than machine. മെഷീനേക്കാൾ കൂടുതൽ നമ്മൾ ലേബേഴ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ വർക്കേഴ്സ് ആണ് കൂടുതൽ ദാൻ മെഷീനറി. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഡയറക്റ്റ് ലേബർ അവർ റേറ്റ് നമ്മൾ യൂസ് ചെയ്യുക. Then the last rate is dual hour rate. Dual hour rate means the combination of labor hour rate and machine hour rate. Dual hour rate is the combination of labor hour rate and machine hour rate. What are the peculiarities of using dual hour rate? Dual hour rate is used. In this case, the firm uses both machine and labors for its production. We can use dual hour rate. But dual hour rate എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുക? മെഷീനും ലേബേഴ്സും ഒരുപോലെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഡ്യുവൽ അവർ റേറ്റ് യൂസ് ചെയ്യാം. ഡ്യുവൽ അവർ റേറ്റ് ഈസ് യൂസ്ഡ് വെൻ ദ മാനുവൽ ലേബർ ആൻഡ് മെഷീൻ വർക്ക് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. രണ്ടും ഒരുപോലെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഡ്യുവൽ അവർ റേറ്റ് ഉപയോഗിക്കാം. സ്റ്റുഡൻസ്, we can conclude our topic. In this class we studied absorption of overhead. Absorption of overhead is the process of charging total overhead of production department to the output of that department. For absorbing this overhead, we can use a rate. The rate is called overhead rate. There are so many rates are there. They are actual rate, predetermined rate, standard rate, blanket rate, multiple rate. Then the next is methods of absorption of factory overhead. What are the different ways for absorbing factory overhead? First method is production unit method. In this case, number of units is used as a base. Then percentage method. Percentage method again divided into 3. Percentage on direct material cost, percentage on direct labor cost, percentage on prime cost. And the third method is, the important method is hourly rate method. Hourly rate method is again divided into 3. Direct labor hour rate, machine hour rate and dual hour rate. Thank you, students.